ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2015 ഒരു സൈക്കോ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ കർവ് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് രണ്ട് പേര് ഒരു സൈക്കോ ത്രില്ലർ മൂവി ചെയ്യുമോ ഇല്ലേ എന്ന് ചോദിച്ചു. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു മൂവി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു മൂവി ഞാൻ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി, വേറെ ആരും അധികമായിട്ട് അങ്ങനെ ചെയ്തതായിട്ട് കണ്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു മൂവി ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോക്കോ. ഇല്ല, ഇതുവരെയും കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. അവസാനം വരെയും ത്രില്ല് അടുപ്പിച്ചെടുത്തുന്ന ഒരു മൂവിയാണ്. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കൂടാതെ നമ്മുടെ ഫസ്റ്റ് ചാനൽ ഉണ്ടല്ലോ, അതുകൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന സിനിമകൾ, ഇപ്പോൾ ഹൊറർ ആയാലും ക്രൈം ത്രില്ലർ ആയാലും അതെല്ലാം ഫസ്റ്റ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ചാനൽ കൂടി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്തരം മൂവീസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു മൂവിയുടെ തുടക്കത്തിൽ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ ആയിട്ടുള്ള മാലോറി ഡെൻവറിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. അതും അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞു. അതിനുള്ള ഈ ഒരു ഡ്രസ്സും അതേപോലെ തന്നെ ആ ഒരു വിവാഹത്തിന്റെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ അവിടേക്ക് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരിടത്ത് വണ്ടി നിർത്തിയിട്ട് അവളിപ്പോൾ അവളുടെ സഹോദരിയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം അവളുടെ സഹോദരിയായിട്ട് സംസാരിക്കുന്നു. നമ്മുടെ മെലോറിക്കാണെങ്കിൽ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്തായാലും അവനുമായിട്ട് പിരിഞ്ഞു നിൽക്കാണ്. അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയല്ല ഈ ഒരു സഹോദരിയോട് സംസാരിച്ച്. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മെലോറി ആ ഒരു ഫോൺ കട്ട് ചെയ്തിട്ട് ഇപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് പോവാണ്. ഇപ്പോൾ അവൾ പോകുന്ന ആ ഒരു വഴി എന്ന് വെച്ചാൽ ഈ ഒരു മരുഭൂമി പ്രദേശം പോലെ ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വഴി അധികം വണ്ടികളൊന്നും അങ്ങനെ പോകത്തില്ല. ഒരു സൈക്കോ സിനിമ ആകുമ്പോഴത്തേക്കും ഇങ്ങനൊരു റോഡും അതേപോലെ തന്നെ ഈ ഒരു സ്ഥലവും ആവശ്യമാണല്ലോ. അങ്ങനെ വണ്ടി ഓടിച്ചിട്ട് ഇപ്പോൾ വണ്ടിയിലെടുക്കുന്ന ഒരു ക്യാസറ്റെല്ലാം എടുത്ത് പ്ലേ ചെയ്ത് മ്യൂസിക് എല്ലാം കേട്ടിങ്ങനെ പോവാണ്. അതുമല്ല ഈ ഒരു സ്ഥലത്തൂടെ പോകുമ്പോഴത്തേക്കും സിഗ്നൽ കറക്റ്റ് രീതിയിൽ കിട്ടത്തില്ല. ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ കട്ടായി പോവും, റേഡിയോ ഒന്നും വർക്കാവത്തില്ല. ഇങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് വണ്ടിയുടെ എഞ്ചിനിൽ എന്തോ ഒരു പ്രശ്നം. ആ ഒരു സിഗ്നൽ കാണിച്ചിട്ട് പെട്ടെന്ന് അവൾ വണ്ടി ഒരിടത്തേക്ക് നിർത്തി മുൻവശം ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ കയറി നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒന്നും ശരിയാവാത്തത് കൊണ്ട് തന്നെ അവൾ നേരെ വണ്ടിയിലേക്ക് വന്നിരുന്ന് ഈ സഹായത്തിനായിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. പക്ഷെ അവിടേക്കും കോള് പോകുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് വണ്ടിയിലിരിക്കുന്ന ഒരു ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് വരുമ്പോൾ അത് പെട്ടെന്ന് അവൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സിലേക്ക് വീഴും. കേടായെന്നും പറഞ്ഞിട്ട് അവൾ പെട്ടെന്ന് വണ്ടിയുടെ പുറകിലേക്ക് വന്ന് ആ ഒരു ഡ്രസ്സ്, അവൾ ഇട്ടിരിക്കുന്ന ആ ഒരു ഡ്രസ്സ് അങ്ങ് മാറുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു ഡ്രസ്സ് മാറിയിട്ട് അവൾ പതിയെ വണ്ടിയുടെ മുന്നിലേക്ക് നടന്നു വരുമ്പോൾ വണ്ടിയുടെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വേറൊരുത്തം വന്ന് നിൽക്കുന്നു. അവൻ പെട്ടെന്ന് അവളോട് ചോദിക്കും, അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൾ പെട്ടെന്ന് പേടിച്ചിട്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പോൾ അവൾ പറയും, അതെ ചെറിയൊരു പ്രശ്നമുണ്ട്, ആളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നതും അവൻ പറയും ഓക്കെ ഞാനൊന്ന് നോക്കാമെന്നും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് അവന്റെ ഷർട്ട് അഴിച്ച് മാറ്റി അതിലേക്ക് ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് അവളോട് ചോദിക്കും, അല്ല ഇത് ആരുടെ വണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും സോറി അതിപ്പോൾ എന്തായാലും എനിക്ക് പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ എന്തൊരു നീ മോഷ്ടിച്ചതാണോ? അങ്ങനെയൊന്നുമല്ല എന്നെല്ലാം പറയുമ്പോൾ അവൻ പറയും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ ആ ഒരു വണ്ടി നല്ലതുപോലെ തന്നെ പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും ഞാൻ അതെല്ലാം നോക്കി കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം പറയുമ്പോൾ അവനിപ്പോൾ പുറകിൽ നിന്ന് ഈ ഒരു വണ്ടിയുടെ പുറകിൽ നിന്നും ഒരു ടൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ഒരു കാറിൽ എന്തോ സ്പാർക്ക് പോലെല്ലാം ചെയ്യിച്ച് പതിയെ ഒരു കാർ അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതുകൂടി ആവുന്നത് മെലോറിക്ക് അത്രയും സന്തോഷമായി. എന്നിട്ട് അവനോട് പറയും നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ എന്ത് ചെയ്തേനെ, താങ്ക്സ് എന്നെല്ലാം പറയുമ്പോൾ അതൊന്നും കുഴപ്പമില്ല, ഒരു സഹായമല്ലേ, അത്ര മാത്രമേ ഉള്ളൂ, വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവനിപ്പോൾ പോകാനായിട്ട് നിൽക്കുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് പണം എന്തെങ്കിലും വേണോ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല ഒരാവശ്യമില്ല എന്ന് പറയുമ്പോഴത്തേക്കാണ് അവൾ അവളുടെ പേര് പറയുന്നത് മെലോറി. അപ്പോൾ അവൻ പറയും എൻ്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്, എന്തായാലും നിങ്ങളുടെ യാത്ര സേഫ് ആയിട്ടിരിക്കട്ടെ, ഞാൻ ഈ ഒരു വഴിയെ നടന്നിങ്ങനെ പോകുന്നതാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അവൾ ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്ക് ലിഫ്റ്റ് വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ അവളെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ മെലോറി വണ്ടി എടുത്തിട്ട് പോകുമ്പോഴത്തേക്കും അവനിങ്ങനെ തന്നെ നിൽക്കാണ്. അപ്പോൾ മെലോറി ഇങ്ങനെ ഓടിച്ചു പോകുമ്പോൾ എന്തോ ഒരു കുറ്റബോധം, ഇത്രയും സഹായം ചെയ്തിട്ട് അവന് എന്തെങ്കിലും ഒരു സഹായം തിരിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് വണ്ടി കുറച്ച് മുന്നിലേക്കോട്ട് നിർത്തിയിട്ട് പെട്ടെന്ന് അവനെ അങ്ങ് വിളിക്കും. അപ്പോൾ അവനെ ഓടി അടുത്തേക്ക് വരുന്നതും ഓക്കെ എന്തായാലും നിങ്ങളെ ഞാൻ പകുതി ദൂരങ്ങളിലാക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു കുറ്റബോധമായിരിക്കും എന്ന് പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ വണ്ടിയിലേക്ക് കയറ്റാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം അവനോട് പറഞ്ഞു, അവൾക്കൊരു സഹോദരി ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും ഇതെല്ലാം കേട്ട് ചിരിച്ച് അങ്ങനെ കുറെ ദൂരം പോയതിനു ശേഷം ഹീറോയിൻ അവനെ പറ്റി ചോദിക്കും. അപ്പോൾ അവൻ പറയും എന്നെ പറ്റി അറിയാൻ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും അല്ല നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ എവിടെ പോകുന്നത്? ഇറ്റലി. അപ്പോൾ അവൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ ഒരു പയ്യനെ പറ്റി ചോദിക്കുമ്പോൾ അവർ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ആ ഒരു സമയം ഇതിനെപ്പറ്റിയെല്ലാം ഹീറോയിൻ അവനോട് പറയുന്നുണ്ട്. അങ്ങനെ കുറച്ചുകൂടി പോകുമ്പോഴത്തേക്കാണ് ഇനിയൊരു 50 മൈൽ കൂടി കഴിഞ്ഞാൽ ഇവൻ ഇറങ്ങേണ്ട ആ ഒരു സ്ഥലമാവും. അപ്പോൾ അവൻ പറയും കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പിരിയാൻ പോവാണ്. അപ്പോഴാണ് ഹീറോയിൻ ചോദിക്കുന്നത്, അല്ല നീ എവിടേക്കാണ് പോകുന്നത്, ഞാൻ ചോദിച്ചില്ലല്ലോ. അടുത്ത പട്ടണത്തിൽ ഒരു ചെറിയ മോട്ടലുണ്ട്, അവിടെ ആക്കിയാൽ മതി, രാത്രിയെല്ലാം ചിലവഴിക്കാനായിട്ട് നല്ലൊരു സ്ഥലമാണ്. അങ്ങനെ അതും സംസാരിച്ച് വീണ്ടും ഇവർ കുറേ ദൂരം പോകുമ്പോഴത്തേക്കാണ് ഇവൻ കുറച്ചു നേരം ആലോചിച്ചിരുന്ന് പിന്നെ സംസാരിക്കാൻ തുടങ്ങും. ഇത്തവണ നമ്മുടെ ഹീറോയിനെ ഫ്ലർട്ട് ചെയ്യുന്ന രീതിയിലാണ് അവൻ സംസാരിക്കുന്നത്.
അത് കേൾക്കുമ്പോൾ ഹീറോയിനെ വല്ലാണ്ടായിട്ട് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ പറയും ഇല്ലില്ല, ഞാൻ നിന്നെ ഫ്ലർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മോശപ്പെട്ട ഒരു കാര്യം പറയും. അത് അവളോട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. അപ്പോൾ ഹീറോയിൻ പെട്ടെന്ന് ഹേയ് നീ എന്താ ഇങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ ഇല്ലില്ല ഞാൻ തമാശ പറഞ്ഞതല്ല എന്നും പറഞ്ഞിട്ട് പിന്നെയും ആ ഒരു കാര്യം തന്നെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓക്കെ നീ ഇപ്പൊ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണം എന്നും പറഞ്ഞ് വണ്ടി ഒരിടത്തേക്ക് കൊണ്ട് നിർത്തിയിട്ട് പ്ലീസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുമ്പോൾ അവൻ ഇറങ്ങാതെ അവൾ തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതുകൂടി ആകുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് വണ്ടിയുടെ ഡോർ തുറന്ന് ഇറങ്ങാനായിട്ട് വരുമ്പോൾ അവൻ അവളുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് പ്ലീസ് പ്ലീസ് എവിടെ പോകുന്നു? അല്ല നീ എവിടെ പോകുന്നു? എവിടെയും പോകാൻ കഴിയത്തില്ല, നമ്മൾ രണ്ടുപേരും ഇപ്പോൾ ഒരു ഡ്രൈവ് പോകാൻ പോവാണ് എന്ന് പറയുന്നതും അവൾ നല്ലതുപോലെ പേടിച്ചു പോകും. എന്നിട്ട് ആ ഒരു ഡോർ അടച്ച് വെളിയിലേക്ക് നോക്കുമ്പോൾ ആരും വരുന്നില്ല ഈ ഒരു വഴി. അതും കൂടി ആകുമ്പോഴത്തേക്ക് അവനൊരു കത്തി എടുത്തിട്ട് അല്ല നീ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ആ ഒരു കത്തി കാണിക്കുമ്പോൾ ഹീറോയിൻ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. അതുമല്ല അവൻ പറയുന്നുണ്ട് ഞാനായിട്ട് നിന്റെ വണ്ടിയിൽ വന്ന് കയറിയതല്ല, ഞാൻ വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് നീയാണ് എന്നെ ക്ഷണിച്ചത്, എന്നിട്ട് എന്നെ ഇപ്പോൾ പാതി വഴിയിൽ ഇറക്കി വിടാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ സംസാരിക്കുമ്പോൾ വേറെ വഴിയില്ല. നമ്മുടെ ഹീറോയിൻ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് ഇങ്ങനെ പോവാണ്. കുറേ ദൂരം ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഇവനാണെങ്കിൽ ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് വണ്ടിയിൽ ഇരിക്കുന്നത്. അതുപോലെ ഇവൻ അവിടെ ഇരിക്കുന്ന ഓരോ കാര്യങ്ങളെടുത്ത് തിന്നിട്ട് അങ്ങനെ ഹീറോയിനെ നോക്കിയിരിക്കുന്നതും ഹീറോയിൻ പോകുന്ന വഴിക്ക് ഒരു ചെറിയ കുഴി കാണും. ഇത് കാണുമ്പോഴത്തേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവൻ എങ്ങനെയെങ്കിലും വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് അല്ലെങ്കിൽ ഇവൻ എന്തെങ്കിലും സംഭവിച്ചേ മതിയാവൂ. അതുകൊണ്ട് അവൾ വണ്ടി നേരെ ആ ഒരു കുഴിയിലേക്ക് ഇറക്കാനായിട്ട് പോകുമ്പോൾ ഇവൻ പെട്ടെന്ന് ആ ഒരു വണ്ടിയുടെ സ്റ്റിയറിംഗിലേക്ക് കയറി പിടിക്കുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ഹീറോയിൻ ആ ഒരു ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് വണ്ടി നേരെ തെറിച്ച് ആ ഒരു കുഴിയിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ ഇടിച്ചിടിച്ച് മറിഞ്ഞ് ഈ ഒരു വണ്ടി നേരെ വീഴുന്നത് ഒരു ചെറിയ പുഴയുടെ അടുത്തേക്കാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ പതിയെ കണ്ണു തുറക്കുമ്പോഴത്തേക്കും ഇപ്പൊ അവളാണെങ്കിൽ ആ ഒരു വണ്ടിയിൽ തലകീഴായിട്ട് കിടക്കുന്നു. അവനെയാണെങ്കിൽ കാണാനില്ല, കാരണം അവൻ സീറ്റ് ബെൽറ്റ് ധരിച്ചില്ലായിരുന്നു. അങ്ങനെ ഹീറോയിൻ ചുറ്റിനെ നോക്കുമ്പോൾ ഈ ഒരു കണ്ണാടിയിലൂടെ അവൻ കുറച്ച് പുറകിലായിട്ട് കിടക്കുന്ന കാര്യം കാണും. അങ്ങനെ അവള് പെട്ടെന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം, ഹീറോയിന്റെ കാല് ഈ ഒരു സീറ്റിനടിയിൽ കുടുങ്ങിപ്പോയി. അത് നല്ല വേദനയുണ്ട്, അനക്കാൻ പോലും കഴിയത്തില്ല. ആ ഒരു രീതിയിലായിപ്പോയി. ഇപ്പൊ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അതുമല്ലാതെ ഹീറോയിന്റെ കൈ മുറിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു മുറിഞ്ഞ ഭാഗം തുണിയെല്ലാം വെച്ച് കെട്ടിയിട്ട് അത് കഴിഞ്ഞ് അവിടെ എന്തെങ്കിലും കാര്യം ഒരു വണ്ടിയിലുണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കാണ് രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കാറിന്റെ മിററിലൂടെ ക്രിസ്ത്യൻ ഉണ്ടല്ലോ അവനിപ്പോ പതിയെ എഴുന്നേൽക്കുന്നു. സത്യം പറഞ്ഞാൽ അവന് പണി കിട്ടണമെന്ന് പറഞ്ഞിട്ടാണ് വണ്ടി ഇതിലേക്ക് കൊണ്ട് ചാടിച്ചത്. പക്ഷെ ഇപ്പോൾ പണി കിട്ടി കിടക്കുന്നത് നമ്മുടെ ഹീറോയിനായിപ്പോയി. അങ്ങനെ ഹീറോയിൻ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തി കിട്ടുന്നു. അത് കാണുമ്പോഴത്തേക്കും അവളുടെ ബാഗ് എടുത്ത് ആ ഒരു കത്തിയുടെ അടുത്തേക്ക് ഇട്ടിട്ട് വലിച്ച് വലിച്ച് ആ ഒരു കത്തി അടുത്തേക്ക് എടുക്കും. അങ്ങനെ ആ ഒരു കത്തി എടുത്ത് കയ്യിൽ വെക്കുമ്പോൾ ഇവൻ പെട്ടെന്ന് അടുത്തേക്ക് വന്നിട്ട് ഓ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ നീ പെട്ടുപോയില്ലേ, എനിക്ക് ചെറിയൊരു മുറിവ് മാത്രമേ ഉള്ളൂ, അല്ല നിന്റെ കാല് നോക്കട്ടെ, ഓ നല്ല രീതിയിൽ രക്തം പോകുന്നുണ്ടല്ലോ, ഈ ഒരു അവസരത്തിൽ നീ എന്തായാലും മരണപ്പെടേണ്ടതാണ്, ഓക്കെ എന്തായാലും ഞാൻ പോയിട്ട് പിന്നീട് വരാം എന്നും പറഞ്ഞ് അവൻ നിസ്സാരമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് പോവാണ്. ഇപ്പൊ നമ്മുടെ ഹീറോയിൻ ആ ഒരു വണ്ടിയുടെ ഹോണ് അടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് സഹായത്തിനായിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിലും ഇത്രയും താഴ്ചയായതുകൊണ്ട് തന്നെ ആരും അങ്ങനെ അധികം കേൾക്കത്തില്ല. അതുപോലെ ഈ ഒരു വഴിയെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അധികം വണ്ടികളൊന്നും പോകത്തുമില്ല. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വണ്ടി ഇപ്പൊ കിടക്കുന്ന ആ ഒരു അവസ്ഥ ഏതാണെന്ന് നിങ്ങൾ കാണണം. ഒരു മരത്തിൽ തങ്ങിയിട്ടാണ് കിടക്കുന്നത്. അതുമല്ല ഈ ഒരു വഴിയെ വെള്ളം പോകുന്നതാണ്. ഇതിനടുത്തായിട്ട് തന്നെ ചെറിയൊരു പുഴയും പോകുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയാവുന്നതും ഹീറോയിൻ ഇപ്പോഴും അവിടെ നിന്ന് അനങ്ങാൻ കഴിയുന്നില്ലേ, അവിടെ തന്നെ കിടക്കുകയാണ്. സഹായത്തിനായിട്ട് വിളിക്കുന്നുണ്ട്, പക്ഷേ ക്ഷീണിച്ചു പോയി. അതുപോലെ രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് തുടങ്ങി. അപ്പോഴേക്കും അവളുടെ ഹൂഡിയും അതേപോലെ തന്നെ ഈ ഒരു കവറ് ഇതെല്ലാം എടുത്ത് മൂടി ആ ഒരു ഇരുട്ടത്ത് കിടക്കാണ്. അതുപോലെ വണ്ടിയുടെ ലൈറ്റ് ഓണാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് കാണിക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു വണ്ടിയുടെ അടുത്തായിട്ട് എന്തൊക്കെയും നടക്കുന്നു, മൃഗങ്ങളാണെന്ന് തോന്നുന്നു. ഇതെല്ലാം കണ്ട് അവൾ പേടിച്ച് കത്തിയെടുത്ത് കയ്യിൽ വെച്ച് അങ്ങനെ ഒരു വിധത്തിൽ അന്നത്തെ രാത്രി കഴിഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം കാണിക്കുമ്പോൾ അവളുടെ മുറിവിൽ കുറെ ഉറുമ്പുകൾ വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് അവൾ കണ്ണു തുറന്നിട്ട് ഈ ഒരു ഉറുമ്പിനെല്ലാം തട്ടിക്കളഞ്ഞ് അതേപോലെ തന്നെ അവളുടെ കയ്യിൽ ഒരു കുപ്പി വെള്ളമുണ്ട്, അതിൽ പകുതിയും കുടിച്ചിട്ട് ക്രിസ്ത്യൻ ഉണ്ടല്ലോ ആ ഒരു സൈക്കോ അവന്റെ പേഴ്സ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പേഴ്സ് എടുത്ത് അവന്റെ ID കാർഡെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് അന്ന് അവൾക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ അടുത്ത് വെച്ചേക്കാണ്. അങ്ങനെ അന്നത്തെ ദിവസം രാത്രിയായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കയ്യിലുള്ള കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ നോക്കിക്കിടക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും വീണ്ടും ഹീറോയിൻ കണ്ണു തുറന്നു. അവളുടെ കാലിന് ഇപ്പോൾ ഒരു മാറ്റവും ഇല്ല, അങ്ങനെ തന്നെ കിടക്കാണ്. അങ്ങനെ ഇത്തവണ എഴുന്നേറ്റ് അടുത്ത് എന്തൊരു ശബ്ദം കേട്ടിട്ട് അവൾ ആ ഒരു കണ്ണാടി എടുത്ത് അത് വെച്ച് ഇങ്ങനെ നോക്കും പുറകിലൂടെ എന്തെങ്കിലും വരുന്നുണ്ടോന്ന്. അങ്ങനെ ചുറ്റിനെ നോക്കിയിട്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ അവൾ നോക്കി കിടക്കുമ്പോഴത്തേക്കാണ് ഒരു കാറിന് പുറകിലായിട്ട് സൈക്കോ ക്രിസ്ത്യൻ വന്നിങ്ങനെ നിൽക്കുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് അവൾ നല്ലതുപോലെ പേടിച്ചു പോകും. അങ്ങനെ അവൻ കുറച്ച് മുന്നിലേക്ക് നടന്നു വന്നിട്ട് അവളോട് പറയും, ഞാൻ ഇവിടെ നിന്ന് കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ വീട് ഞാൻ കണ്ടുപിടിച്ചിരുന്നു, ഒരു ചെറിയ കുടുംബമാണ് അവിടെ താമസിക്കുന്നത്. പക്ഷേ ഞാൻ വീട്ടിൽ കയറി നോക്കിയപ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ആരും ഇല്ലായിരുന്നു. അതുപോലെ ഫോണും വർക്കാവുന്നില്ല. കണ്ടിട്ട് തോന്നുന്നു ആ ഒരു വീട്ടിൽ താമസിക്കുന്നവർ എന്തായാലും തിരിച്ചു വരുമെന്ന് എന്നും പറഞ്ഞിട്ട് അവനിപ്പോൾ ആ ഒരു വണ്ടിയുടെ മറ്റൊരു സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. അവന്റെ കയ്യിലാണെങ്കിൽ ഫുഡുണ്ട്. എന്നിട്ട് അവളോട് ചോദിക്കും, എങ്ങനെയുണ്ടായിരുന്നു? എന്തായാലും എളുപ്പമല്ലെന്നറിയാം ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക്. അല്ല എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കണം,
നീ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്? ഈ ഒരു റോഡിൽ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു വണ്ടി കുഴിയിലേക്ക് ചാടിക്കാനായിട്ട് നീ എന്താ പേടിച്ചോ? ഞാൻ നിന്നെ റേപ്പ് ചെയ്യുന്നില്ല നീ വിചാരിച്ചോ? മലോറി, നീ ഒരുപാട് കഥകളൊക്കെ വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. ഓക്കെ, എന്തായാലും ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഞാൻ ഒരിക്കലും നിന്നെ റേപ്പ് ചെയ്യത്തില്ലായിരുന്നു. നീ ചെയ്യേണ്ടത് എന്നോട് ചിരിച്ച മുഖത്തോടെ തന്നെ ആ ഒരു മോട്ടലിലേക്ക് വരിക, എന്നിട്ട് നമ്മൾ രണ്ടുപേരും അവിടെ ഒരു ദിവസം കഴിഞ്ഞിട്ട് നീ തിരിച്ചു പോവുക. ഇത് മാത്രമായിരുന്നു എന്ന് പറയുമ്പോൾ ഹീറോയും പറയും, സോറി നിങ്ങൾക്ക് തെറ്റി എന്ന് പറയുമ്പോഴത്തേക്കും, ഹേയ് എന്തു പറ്റി, സംസാരിക്കാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ അവൻ അവിടെ ഇരിക്കുമ്പോഴത്തേക്കാണ് അവൾ ചോദിക്കുന്നത്, എനിക്ക് കുറച്ച് വെള്ളം വേണം, എനിക്ക് നല്ലതുപോലെ ദാഹം കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ അവൻ കൊണ്ടുവന്ന ഒരു ജ്യൂസ് ഉണ്ട്, അത് തുറന്ന് അവൻ അങ്ങനെ കുടിക്കുകയാണ് അവളെ കാണിച്ചുകൊണ്ട്. അതുമല്ല അവൻ കഴിക്കാനായിട്ട് കൊണ്ടുവന്നിരുന്നു, അതും എടുത്ത് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം കണ്ട് ഹീറോയിൻ നല്ലതുപോലെ വിശക്കുകയും ചെയ്യുന്നുണ്ട്, ഒന്നും ചെയ്യാനും കഴിയത്തില്ല. അപ്പോൾ അവൻ പറയും, ശരി നിനക്ക് എന്തായാലും ഞാൻ അതൊക്കെ തരാം, പക്ഷേ എനിക്കൊരു കാര്യം അറിയണം. വേറെ ഒന്നുമില്ല, നീ അത് സത്യസന്ധമായിട്ട് പറഞ്ഞേ മതിയാവും. നീ നിന്റെ ബോയ് ഫ്രണ്ടായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരുന്ന ആ ഒരു സമയം അതിനെപ്പറ്റി. അപ്പോൾ അവൾ പറയാനായിട്ട് തയ്യാറാവത്തില്ല. അപ്പോൾ നമ്മുടെ സൈക്കോ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ പറയില്ല, ഞാൻ എന്തായാലും പറയാം എന്ന് പറയുമ്പോൾ അവൻ വീണ്ടും അവിടെ ഇരുന്നിട്ട് ഇപ്പം ആ ഒരു കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾ എവിടെയാണ് റൂം എടുത്തത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് എന്നെല്ലാം അവളെ കൊണ്ട് ഇങ്ങനെ പറയിക്കും. അപ്പോൾ ഹീറോയിൻ ഓരോന്നായിട്ട് ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അവൻ പെട്ടെന്ന് ഓക്കെ നീ നല്ലതുപോലെ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു വശത്തേക്ക് വന്നിരുന്നിട്ടാണ് പറയുന്നത്, നിനക്ക് എന്നെ പറ്റിക്കാൻ കഴിയത്തില്ല, വേറെ ഏതെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് എന്നെ വിഡ്ഢിയാക്കാന്നാണോ നീ വിചാരിക്കുന്നത്? ഒരിക്കലുമില്ല, ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഇതല്ല, അതുകൊണ്ട് നീ ഇത് തന്നെ അനുഭവിച്ചാൽ മതി എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഹീറോയിൻ വീണ്ടും അവിടെ കിടന്ന് കരയാണ്, കാരണം ഇനി വേറെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അങ്ങനെ അത് കഴിഞ്ഞ് അന്ന് രാത്രിയാകുമ്പോൾ ഹീറോയിൻ വീണ്ടും രക്ഷിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ അലറി വിളിക്കുന്നുണ്ട്, പക്ഷെ ആര് കേൾക്കാനായിട്ട് ഈ ഒരു കുഴിയിൽ കിടന്ന്. അങ്ങനെ രാത്രിയാവുന്നതും വീണ്ടും നല്ല രീതിയിൽ തണുപ്പാവുന്നു. അവൾ ഇതുപോലെ ഹൂഡിയെടുത്ത് ധരിച്ച് ആ ഒരു കവർ മൂടിയിട്ടും ഇത്തവണ തണുപ്പ് മാറുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഒരു സിഗരറ്റ് കവർ കിട്ടുന്നത്, അതിനുള്ളിൽ എന്തോ ഒരു ലൈറ്റർ ഉണ്ട്. അങ്ങനെ അതും എടുത്ത് കത്തിച്ച് ആ ഒരു കാറിനടുത്തായിട്ട് തന്നെ ഈ ഒരു കവറും കയ്യിൽ കിട്ടുന്ന ചുള്ളിക്കമ്പെല്ലാം പറക്കി വെച്ച് അവിടെ തീയിടുന്നു. എന്നിട്ട് ആ ഒരു ചൂടിലാണ് അവൾ കിടക്കുന്നത്. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്കും അവൾ നല്ലതുപോലെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അവളുടെ ദേഹത്ത് ഒരു എലി വന്നിരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴത്തേക്ക് അവൾ പെട്ടെന്ന് പേടിച്ച ആ ഒരു എലിയെ ഒരു ഒറ്റയടി അത് താഴേക്ക് വന്ന് വീഴുമ്പോൾ മലോറിക്കാണെങ്കിൽ നല്ലതുപോലെ വിഷക്കുകയും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് അവൾ വേറെ വഴിയില്ലാതെ ആ ഒരു എലി അങ്ങ് കൊല്ലും. എന്നിട്ട് അതിന്റെ ശരീരം കീറി ആ ഒരു മാംസം മാത്രം പുറത്തെടുത്ത് ഒരു കമ്പ് വെച്ച് അതിങ്ങനെ കുത്തിയിട്ട് ഈ അടുത്ത് തീ പിടിച്ചിടക്കാണല്ലോ അതിലേക്ക് വെച്ച് ആ ഒരു എലിയുടെ ശരീരം ചുട്ട് അത് പതിയെ കഴിക്കാണ്. നോക്കണേ ഒരാളുടെ അവസ്ഥ. അങ്ങനെ അന്നത്തെ ദിവസം ആ ഒരു രീതിയിൽ അങ്ങ് പോയി. ഇപ്പൊ അത് കഴിഞ്ഞ അടുത്ത ദിവസം ഹീറോയിൻ കണ്ണു തുറക്കുന്നത് ഒരു ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടിട്ടാണ്. പെട്ടെന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോഴത്തേക്കാണ് അടുത്തായിട്ട് അവളുടെ ഫോൺ ഉണ്ടല്ലോ അതിങ്ങനെ കിടപ്പുണ്ട്. അതിലിപ്പോ എന്തോ സിഗ്നൽ കിട്ടിയെന്ന് തോന്നുന്നു, അവളെ ആരോ വിളിക്കുകയാണ്. പെട്ടെന്ന് ആ ഒരു കമ്പ് വെച്ചിട്ട് ആ ഒരു ഫോൺ ഇങ്ങനെ തോണ്ടിയെടുക്കാണ്. ഇപ്പൊ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അവള് പെട്ടെന്ന് ആ ഒരു ഫോൺ അങ്ങനെ കൈയെത്തിയെടുത്ത് വെച്ച് നോക്കുമ്പോഴത്തേക്കും കോള് കട്ടായി പോയി. അതുമല്ല അവള് തിരിച്ചു വിളിക്കുമ്പോഴത്തേക്കും സിഗ്നലും കിട്ടുന്നില്ല. എന്ത് ചെയ്യുന്ന ആലോചിച്ച് ഇരിക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവിടേക്ക് ഒരു ബാഗ് വന്ന് വീഴുന്നു. വേറെ ആരുമല്ല, നമ്മുടെ സൈക്കോ ക്രിസ്ത്യൻ തന്നെയാണ്. എന്നിട്ട് ഹേയ് ഗുഡ് മോർണിംഗ് എന്ന് പറയുമ്പോൾ അവൾ ആ ഒരു ഫോൺ എടുത്തങ്ങ് ഒളിപ്പിച്ചു വയ്ക്കും. അപ്പോഴേക്കാണ് അവൻ വരാനായിട്ട് കുറച്ച് വൈകിപ്പോയി, കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. ആ ഒരു വീട്ടിലെ കൊച്ചുമകളും പിന്നെ ബില്ലും സൂ ഇവരെല്ലാവരും തിരിച്ചു വന്നു, അതാ പിന്നെ വരാനായിട്ട് ലേറ്റ് ആയത്. ഓക്കെ, നിനക്ക് ഞാൻ കുറച്ച് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ നിനക്കത് ഇഷ്ടപ്പെടോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് അവന്റെ കൈ കാണിക്കുമ്പോഴത്തേക്കും ഇവൻ പറഞ്ഞ ആ ഒരു വീട്ടിലെ പെൺകുട്ടിയുടെ പേരുള്ള ഒരു ബ്രേസ്ലെറ്റ് പോലെ എന്തോ ഒരു കാര്യം അവന്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു വീട്ടിലുള്ളവരെ അവ എന്തെങ്കിലും ചെയ്തോ ഇല്ലയെന്ന് നമുക്കറിയത്തില്ല. സൈക്കോ ആണല്ലോ, ചിലപ്പോൾ ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ ഹീറോയിൻ കേട്ടിങ്ങനെ കിടക്കാണ്. അപ്പോഴേക്കാണ് അവ എഴുന്നേറ്റ് മറ്റൊരു വശത്തേക്ക് വന്നിട്ട് ഓക്കെ നീ എന്തായാലും നല്ലതുപോലെ പഠിക്കുന്നുണ്ട്, കാര്യങ്ങൾ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ നീ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു ബാഗ് തുറക്കുമ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, അല്ല അതിലെന്താ എന്ന് പറഞ്ഞിട്ട് അവളുടെ കയ്യിലൊരു കത്തി ഉണ്ടല്ലോ, ആ ഒരു കത്തി അവൻ കാണാതെ ഒളിപ്പിച്ച് തന്നെ വെച്ചേക്കും. എന്നിട്ടാണ് അവനിപ്പോ പറയുന്നത്, ഈ ബാഗില് നമ്മൾ ഇടിച്ചില്ലേ മുകളില്, ആ ഒരു സ്ഥലം ശരിയാക്കാനുള്ള കാര്യങ്ങളാണ്, അതുപോലെ നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഓക്കെ കാണിച്ചു തരാന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഹീറോയിന്റെ പോക്കറ്റിലായിരിക്കുന്ന ആ ഒരു ഫോൺ ഉണ്ടല്ലോ അതങ്ങ് റിങ് ആവുന്നു. അവൾ ആ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ട് വരുന്നതും ഈ ഒരു സൈക്കോ ആ ഒരു ശബ്ദം കേട്ട് പെട്ടെന്ന് വന്ന് ആ ഒരു ഫോൺ പിടിച്ചങ്ങ് വാങ്ങിക്കും. സത്യം പറയാലും അവൾക്ക് ആകെയുള്ളൊരു രക്ഷയായിരുന്നു അത്. പക്ഷെ ഇപ്പൊ ആ ഒരു ഫോണും പോയി. അങ്ങനെ അവളുടെ മുന്നിൽ തന്നെ ആ ഒരു ഫോൺ താഴേക്കിട്ട് അതങ്ങ് ചവിട്ടി പൊട്ടിക്കുകയാണ്. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ടും അവൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇതുകൂടി ആവുന്നത് ഹീറോയിൻ നല്ലതുപോലെ ഇരുന്ന് കരയാൻ തുടങ്ങും. എന്നിട്ട് അവൻ അവളോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ സഹായിക്കാനായിട്ടാണ് ശ്രമിച്ചത്, പക്ഷേ നീ ഒരിക്കലും അതിന് സമ്മതിച്ചില്ല. ഓക്കെ നീ ഇവിടെ തന്നെ കിടന്നു എന്നും പറഞ്ഞ് അവൻ അവിടെ നിന്ന് ആ ഒരു ബാഗ് എടുത്തിട്ട് പോകുന്നതും ഹീറോയിൻ ഇപ്പോ പ്ലീസ് പോകരുത് പ്ലീസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അവൻ പറയും, ഓക്കെ നിനക്ക് ഒരവസരം കൂടി തരാം, ഇത് ചെയ്യാനായിട്ട് നീ എത്രത്തോളം തയ്യാറാവുമെന്ന് എനിക്ക് അറിയത്തില്ല, ശരിയെന്നും പറഞ്ഞിട്ട് ആ ഒരു ബാഗ് താഴേക്ക് വെച്ച് ഓക്കെ നീ എന്ത് ചെയ്യാനായിട്ട് തയ്യാറാണോ, അത് ഞാൻ എന്ത് ചെയ്യാന്ന് ഹീറോയിൻ പറയുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ആദ്യം ഒരു ചുറ്റിക എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആണി അടിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്, അതെടുക്കുന്നു.
കൂടാതെ ഒരു ഹാക്സോ ബ്ലേഡും. അപ്പോൾ ഹീറോയിൻ പറയും സോറി, ഇത് വെച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ അവൻ പറയും ഏയ് സീറ്റിന്റെ ഭാഗമൊന്നും കട്ട് ചെയ്ത് മാറ്റാൻ കഴിയത്തില്ല, ഞാൻ വിചാരിക്കുന്നത് മറ്റൊരു കാര്യമാണ് എന്ന് പറയുന്നതും വേറെ ഒന്നുമല്ല, അവളുടെ കാല് കട്ട് ചെയ്ത് അവള് പുറത്തിറങ്ങാനാണ്. പക്ഷെ ഇത് കേൾക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പറയും ഇല്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല, അതെന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇതല്ലാതെ നിനക്ക് വേറെ മാർഗമില്ല, ഇന്നാ വെച്ചതെന്ന് പറഞ്ഞിട്ട് അതും എടുത്ത് അവളുടെ അടുത്തേക്ക് വെച്ച് അവൻ അവിടെ നിന്ന് അങ്ങ് പോവാണ്. സത്യം പറയാല ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന ഒരാള് തന്റെ കാല് സ്വയം മുറിച്ചെടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നടക്കുന്ന കാര്യമാണോ? അവനൊരു സൈക്കോ ആയതുകൊണ്ട് അവളെ സഹായിക്കുന്നത് പോലുമില്ല. അപ്പൊ അവളാണെങ്കിൽ ഇതിനു മുന്നേ അവന്റെ പേഴ്സിൽ അവന്റെ ഫാമിലിയുടെ ഫോട്ടോ കണ്ടിരുന്നു. ഫാമിലി ആണോ ഇനി വേറെ ആരുടെയെങ്കിലും ഫോട്ടോ ആണെന്ന് അറിയത്തില്ല, എന്തായാലും 3 പേരുള്ള ഒരു ഫോട്ടോ കണ്ടു. അപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് നിനക്കൊരു സഹോദരിയില്ലേ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൻ അതൊന്നും കേട്ടിട്ടും ഒരു കാര്യമില്ല, ഒരു സൈക്കോട് ഇനി എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അവനൊന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു ഹാക്സോ ബ്ലേഡ് വെച്ചിട്ട് അവളുടെ കാല് മുറിക്കാനായിട്ട് ശ്രമം നടത്തുന്നുണ്ട്. പക്ഷെ എത്രയെന്നും പറഞ്ഞിട്ട് കഴിയുന്നില്ല അവളെ കൊണ്ട്. അങ്ങനെ അത് ഉപേക്ഷിച്ച് ആ ഒരു ബ്ലേഡ് താഴേക്കിടുന്നു. അങ്ങനെ അന്ന് രാത്രി അവളിങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് അവൾക്ക് ദാഹം. എന്ത് ചെയ്യണമെന്നറിയത്തില്ല. ആ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ വേറെ വഴിയില്ല, എന്തെങ്കിലും കുടിച്ചേ പറ്റൂ. അങ്ങനെ അവൾ അവളുടെ കയ്യിലുള്ള ആ ഒരു കുപ്പിയെടുത്ത് അതിൽ മൂത്രം ഒഴിച്ച് അത് തന്നെ കുടിക്കുന്നൊരവസ്ഥ. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ആദ്യം കുടിക്കാനൊന്നും കഴിയുന്നില്ല, എന്നിരുന്നാലും കുടിച്ചല്ലേ മതിയാവൂ. അങ്ങനെ കുടിച്ചു കഴിയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് മഴ പെയ്യുന്നു. ഇപ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. അതിനകത്ത് കിടക്കുന്ന ആ ഒരു കവർ എടുത്ത് വെളിയിലേക്ക് വെച്ചിട്ട് ആ ഒരു കവറിൽ വെള്ളം പിടിച്ച് അത് ആ ഒരു കുപ്പി കൊണ്ട് നിറച്ചിട്ട് അത് കുടിച്ചെങ്ങനെയെങ്കിലും സമാധാനപ്പെടും. അങ്ങനെ അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും വീണ്ടും ഈ ഒരു റേഡിയോ ഇപ്പോൾ വർക്ക് ആവുന്നുണ്ട്. എങ്ങനെയോ അതിന് സിഗ്നൽ കിട്ടി. അപ്പോഴേക്കും ആ ഒരു റേഡിയോയിലൂടെ ഈ ഒരു പ്രദേശത്ത് നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട് ന്യൂസിലൂടെ. അങ്ങനെ അതെല്ലാം കേട്ട് വീണ്ടും നിർത്താതെ മഴ പെയ്യുന്നു. അപ്പോഴും നോക്കുമ്പോഴത്തേക്കാണ് മുകളിലൂടെ വണ്ടികളെല്ലാം പോകുന്നു. ചില വണ്ടികൾ അവിടെ നിർത്തിയിട്ടുണ്ട്. ഇവള് മഴയത്ത് കിടന്ന് വിളിക്കുമ്പോഴത്തേക്കും ഈ ഒരു ശബ്ദം നല്ലതുപോലെ മുകളിലേക്ക് കേൾക്കത്തില്ല. എത്ര വിളിച്ചു നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അങ്ങനെ കുറെ കഴിയുമ്പോഴത്തേക്കാണ് ആരോ ഒരാൾ താഴേക്ക് ഇറങ്ങി വരുന്നത് പോലെ. ഓക്കെ, അവൾ എന്തായാലും വിചാരിക്കും തന്നെ രക്ഷിക്കാനായിട്ട് വരുന്നതാണെന്ന്. അങ്ങനെ ആ ഒരു സമാധാനത്തിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് അത് വേറെ ആരുമല്ല, ആ ഒരു സൈക്കോ. ഷെടാ, ഇത്രയും സംഭവിച്ചിട്ടും അവനൊന്നും ആയില്ലെന്നാണ്. അങ്ങനെ അവൻ പതിയെ ഒരു വണ്ടിയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ഇപ്പോ മരിച്ചതുപോലെ അനക്കമില്ലാത്തതുപോലെ ഇങ്ങനെ കിടക്കും. അപ്പൊ അവൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവളുടെ കാല് മുറിഞ്ഞിട്ടുണ്ട്. ഹേയ്, നീ അപ്പോൾ ഇത് ട്രൈ ചെയ്തു അല്ലേ എന്ന് പറഞ്ഞ് അവളോട് സംസാരിക്കുമ്പോൾ അവൾ പ്രതികരിക്കുന്നില്ല. അങ്ങനെ ഇവൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ അവളെ കമ്പ് വെച്ച് ഇങ്ങനെ തട്ടി നോക്കും. എന്നിട്ട് ഹീറോയിൻ അനങ്ങത്തില്ല. സത്യത്തിൽ ഹീറോയിൻ ആണെങ്കിലോ ആ ഒരു കത്തിയും കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഹാക്സോ ബ്ലേഡ് മുറിച്ച് അത് കയ്യിൽ വെച്ച് ഇങ്ങനെ പിടിച്ചേക്കാണ്. അങ്ങനെ അനക്കമില്ലാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇവൻ പതി അടുത്തേക്ക് വരുന്നതും അങ്ങനെ അവനെ പിടിച്ചു വെച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റ കുത്ത്. എന്നിട്ട് അവന് 2-3 ചവിട്ട്, അവളുടെ ഒരു കാല് മാത്രം ഉണ്ടല്ലോ അത് വെച്ച് 2-3 ചവിട്ടും ചവിട്ടി. അവൻ വന്ന ആ ഒരു കാറിന്റെ കീ അവളുടെ കയ്യിൽ കിട്ടും. അതിങ്ങനെ വാങ്ങി വെക്കുന്നതും ഇവൻ കുത്തുകൊണ്ട് വെളിയിലേക്ക് വന്നിട്ട് അല്ല നീ എന്തിനാ ചിരിക്കുന്നേ ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും അതിന് കാരണമുണ്ട് എന്നും പറഞ്ഞിട്ട് ഇവൾ ആ ഒരു കീ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ മുകളിൽ കിടക്കുന്ന ആ ഒരു കാറിലെ അതിലിങ്ങനെ ശബ്ദം കേൾക്കാണ്. എന്നിട്ട് അവൾ ആ ഒരു കാറിന്റെ കീ എടുത്ത് ദൂരേക്ക് ഒരു ഒറ്റ ഏറ്. എന്താന്ന് വെച്ചാൽ മുകളിൽ ആ ഒരു കാർ എന്തായാലും അങ്ങനെ കിടക്കുന്നു. അപ്പോ എന്തെങ്കിലും സംഭവിച്ചെന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും അവിടേക്ക് വരുമല്ലോ, വണ്ടി നിർത്തുമല്ലോ, അതിനു വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ ചെയ്തത്. ഇതുകൂടി ആവുന്നത് അവന് നല്ല ദേഷ്യം വന്നിട്ട് അവൻ ആ ഒരു കത്തിയും വലിച്ചൊരു നേരെ ആ ഒരു കീ അന്വേഷിച്ച് നടക്കാണ്. പക്ഷേ എവിടെയും കിട്ടുന്നില്ല. അപ്പോഴേക്കും മുകളിൽ 1-2 വണ്ടികൾ അവിടെ വണ്ടി നിർത്തുമ്പോഴത്തേക്കും ഇവൻ അത് കണ്ട് പെട്ടെന്ന് മുകളിലേക്ക് ഓടിപ്പോവും. അങ്ങനെ മുകളിൽ അവന്റെ കാറിനെഴുതി വന്ന് നിൽക്കുമ്പോൾ ഈ ഒരു ശബ്ദം എങ്ങനെയും നിർത്തണം. അവൻ പെട്ടെന്ന് ബോണ്ട് തുറന്ന് അതിന്റെ വയറെല്ലാം ഇങ്ങനെ വലിച്ചിളക്കി ഈ ഒരു ശബ്ദം നിർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. അപ്പോഴേക്കാണ് ഒരു പോലീസുകാരൻ അവിടേക്ക് വന്ന് വണ്ടി നിർത്തുന്നു. എന്നിട്ട് ഇവനോട് ചോദിക്കും അല്ല എന്ത് പറ്റി, എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല സാർ കുഴപ്പമൊന്നുമില്ല, ഞാനെന്ത് റെഡിയാക്കാണെന്ന് പറയുന്നതും ഇല്ല നല്ല മഴ പെയ്യുന്നുണ്ട്, അപകടമുള്ള സ്ഥലമാണ്, എന്തായാലും നിങ്ങളിവിടെ നിൽക്കണ്ട, വണ്ടി ഇവിടെ ഇട്ടിട്ട് എന്നോടൊപ്പം വാ, ഞാൻ കൊണ്ടാക്കാന്ന് പറയും. പക്ഷെ അവൻ കേൾക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഈ ഒരു കാര്യം കണ്ടിട്ട് അവൾ എന്താ ചെയ്യുന്ന വണ്ടിയിൽ മ്യൂസിക് എല്ലാം പ്ലേ ചെയ്ത് അതേപോലെ തന്നെ അലറി ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു പോലീസുകാരൻ എന്തോ ആ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ അവൻ താഴേക്ക് ഇറങ്ങാനായിട്ട് വരുമ്പോഴത്തേക്കും ഇവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് അയാളെ തടഞ്ഞു നിർത്തുകയാണ്. അതുമല്ല അവനാണെങ്കിൽ കയ്യിലൊരു കത്തി എടുത്ത് വെച്ചിട്ടുണ്ട് അയാളെ കുത്താൻ വേണ്ടി. അങ്ങനെ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു കല്ലെടുത്ത് ആ ഒരു വണ്ടിയിൽ നല്ലതുപോലെ ഇടിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു ശബ്ദം കേൾക്കുന്നതും പോലീസുകാരൻ പാതിയെ ആ ഒരു കുഴിയിലേക്ക് ഇറങ്ങാനായിട്ട് വരുന്നു. പെട്ടെന്ന് സൈക്കോ അവന്റെ കയ്യിലേക്ക് കയറി പിടിക്കും. അപ്പൊ പോലീസുകാരൻ തിരിഞ്ഞു നോക്കുമ്പോൾ സാർ ഇപ്പൊ വീണേനെ, ചിലപ്പോൾ നിങ്ങൾക്ക് അത് തോന്നുന്നതായിരിക്കും കല്ലോ എന്തെങ്കിലും വേണ്ടിട്ട് ആ ശബ്ദം ഇങ്ങനെ വരുന്നതായിരിക്കാം എന്നെല്ലാം പറയുമ്പോൾ പോലീസുകാരൻ പറയും ഓക്കെ ശരിയാണ്, ശരി എന്തായാലും നിങ്ങൾ എന്നോടൊപ്പം വീട്ടിലേക്ക് വാന്ന് പറഞ്ഞ് ആ ഒരു പോലീസുകാരൻ ഇവനെ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിന് രക്ഷപ്പെടാനുള്ള ആ ഒരു മാർഗവും ഇവിടെ അടഞ്ഞു. ഇപ്പൊ നമ്മുടെ ഹീറോയിന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗമായിരുന്നത് അതും അവിടെ അടഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഹീറോയിൻ ആ ഒരു പുഴയുടെ അടുത്താണ് കിടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ഒരു മരത്തിൽ തങ്ങിയാണ് ഈ ഒരു കാർ കിടക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു മഴ നിർത്താതെ പെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. അതുപോലെ വെള്ളം പതിയെ പതിയെ കൂടിയിട്ട് ഇപ്പോൾ ഈ ഒരു വണ്ടി മുങ്ങുന്ന രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ഹീറോയിൻ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, രക്ഷപ്പെട്ട് പോകാനും കഴിയുന്നില്ല. അങ്ങനെ കിടക്കുമ്പോഴത്തേക്കാണ് ഈ ഒരു മരങ്ങളെല്ലാം മാറിയിട്ട് ഈ ഒരു വണ്ടി പതിയെ പതിയെ മുന്നിലേക്ക് നീങ്ങാൻ തുടങ്ങും.
അതുമല്ല ഈ ഒരു ഒഴുക്കിനോടൊപ്പം തന്നെ വണ്ടി ഇങ്ങനെ പോകുന്നതും അവള് രക്ഷപ്പെടാൻ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കഴിയുന്നില്ല. അവസാനം ഈ ഒരു വണ്ടി മുഴുവനായിട്ടും വെള്ളത്തിലേക്ക് മുങ്ങിക്കിടക്കുന്നതും കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കരയിലേക്ക് വന്നു. അവളുടെ കാലെങ്ങനെ ഊരി വന്നു. അങ്ങനെ കരയിലേക്ക് കയറി. ശ്വാസം വിട്ടൊരു കിടത്തയുണ്ട്, പറഞ്ഞറിയിക്കാൻ കഴിയത്തില്ല ആ ഒരു സീനൊന്നും. അങ്ങനെ അവിടെ തന്നെ കുറെ നേരം കിടന്ന് അത് കഴിഞ്ഞ് പതിയെ എഴുന്നേറ്റ് ഒരു കമ്പ് അങ്ങനെ എടുത്തിട്ട് അതും കുത്തി നടന്ന് ഇങ്ങനെ പോവാണ്. അങ്ങനെ രാത്രി ആയതുകൊണ്ട് തന്നെ ആരുമില്ലല്ലോ. അതുപോലെ മുകളിലേക്ക് ഇനി കയറണം. അങ്ങനെ കുറെ ദൂരം നടന്നു ചെല്ലുമ്പോൾ എവിടെ ഒരു സ്ത്രീ കരയുന്ന ശബ്ദം കേൾക്കുന്നു. അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവൾ ആ ഒരു വശത്തേക്ക് കുറെ ദൂരം നടന്നു ചെല്ലുമ്പോഴത്തേക്ക് ഒരു വീടാണത്. അങ്ങനെ പതിയെ ആ ഒരു വീടിനടുത്തേക്ക് ചെന്ന് ഇപ്പൊ ആ ഒരു വീടിന് വെളിയിൽ ഒരു വണ്ടിയുണ്ട്, അതെല്ലാം കവറിലായിട്ട് ഇങ്ങനെ മൂടിയിട്ടേക്കുന്നു. അങ്ങനെ അവള് പതിയെ ആ ഒരു ജനാല വഴി റൂമിനകത്തേക്ക് നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയെ കൈയും കാലെല്ലാം ഇങ്ങനെ കെട്ടി ആ ഒരു ബെഡിലിട്ടേക്കാണ്. ആരാണ് ചെയ്തതെന്ന് അറിയത്തില്ല. അവള് പതിയെ ആ ഒരു ജനാല വഴി ഉള്ളിലേക്ക് നോക്കുമ്പോൾ എന്താണെന്നല്ലേ, ആ ഒരു സൈക്കോ ആണ്. അതുപോലെ ഈ ഒരു വീട് ആരുടേതാന്ന് വെച്ചാൽ അവനെ വിളിച്ചുകൊണ്ട് വന്ന ഒരു പോലീസുകാരന്റെ വീട്. അയാളുടെ ഫാമിലിയിലുള്ള എല്ലാവരെയും കൊന്നിട്ട് അയാളുടെ മകളാണോ വൈഫാണോ എന്നറിയത്തില്ല. എന്തായാലും ആ ഒരു പെണ്ണിനെ മാത്രം അവിടെ കെട്ടിയിട്ട് ഈ ഒരു പോലീസുകാരനെ അവിടെ കെട്ടിയിട്ടിട്ട് അവന്റെ ദേഹത്തേക്ക് ഒരു ആണി ഇടിക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ച് അവനെ അടിച്ചടിച്ച് അയാളെ അവിടെ വെച്ച് കൊല്ലുന്നു. ഇപ്പൊ അവൻ പറയുന്ന കാര്യം എന്താണെന്നറിയോ, ഞാൻ നിങ്ങളോട് ഒരിക്കലും ആവശ്യപ്പെട്ടില്ല എന്നെ ഈ ഒരു വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട്, നീ ആയിട്ടാണ് എന്നെ വിളിച്ചോണ്ട് വന്നത് എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് നമ്മുടെ ഹീറോയിൻ വെളിയിൽ അങ്ങനെ പേടിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലല്ലോ. കുറെ കഴിയുമ്പോഴത്തേക്കാണ് ഇവൻ പതിയെ അകത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരന്റെ അച്ഛനെയും അമ്മയും അവിടെ കൊന്നുവെച്ചേക്കാണ്. അങ്ങനെ ഇവൻ ഈ ഒരു റൂമിനകത്തേക്ക് കയറി പോയിട്ട് ആ ഒരു പോലീസുകാരന്റെ ഡ്രസ്സെല്ലാം എടുത്തിട്ട് ഇനിയിപ്പോൾ ആ ഒരു പോലീസുകാരനെ പോലെ റോഡിൽ പോയി നിൽക്കാൻ പോവാണ്. എന്നിട്ട് ഓരോ സ്ത്രീകളെയും തടഞ്ഞു വെച്ച് അവൻ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം. അങ്ങനെ ആ ഒരു രീതിയിൽ അവൻ കണ്ണാടിയിൽ നോക്കി ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോയിൻ ഈ ഒരു ഗ്യാപ്പിൽ പതിയെ ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് കയറും. എന്നിട്ട് ഈ ഒരു പോലീസുകാരന്റെ തോക്കുണ്ട് അത് കൊടുത്ത് കയ്യിൽ വെച്ച് ഇപ്പൊ ആ ഒരു സൈക്കോയെ കാണിക്കുമ്പോൾ അവൻ നേരെ ആ ഒരു ലേഡിയെ കെട്ടിട്ടിരിക്കുന്ന റൂമിലേക്ക് വന്നിട്ട് അവളുടെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോയിൻ പതിയെ അകത്തേക്ക് കയറി അവൻ ഈ ഒരു പെണ്ണിന് എന്തോ ഒരു കാര്യം ചെയ്യാനായിട്ട് വരുന്നതും പെട്ടെന്ന് ഹീറോയിൻ എന്തായാലും നിന്നെ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞ് ശബ്ദം ഉണ്ടാക്കും. മണ്ടി എന്ന് പറഞ്ഞാലും മണ്ടി ശബ്ദം ഉണ്ടാക്കാതെ അങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ളത്. ഈ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് അവൻ പേടിച്ച് എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഹീറോയിൻ അവനെ ഷൂട്ട് ചെയ്യാണ്ട് വരുമ്പോൾ അവൻ ഓടി വന്ന് ആ ഒരു തോക്കിൽ പിടിച്ചിട്ട് ബുള്ളറ്റ് വേറെ എവിടേക്കോ കൊള്ളുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് അവൾ മണ്ടിയാണെന്ന്. അങ്ങനെ അവൻ അവളെ പിടിച്ചു വെച്ച് ആ ഒരു തോക്കെടുത്ത് കളയുമ്പോഴത്തേക്കും ഹീറോയിൻ ഇപ്പോൾ അവിടെ നിന്നും മറ്റൊരു റൂമിലേക്ക് ഓടും. അപ്പോഴേക്കും ഇവൻ പുറകെ തന്നെ വരുന്നുണ്ട്. മെലോറി നീ എവിടെയാന്നെല്ലാം ചോദിച്ചിട്ട് ഹീറോയിൻ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവൻ അവിടെ എല്ലാം അവളെ പേര് വിളിച്ചതിന് നടന്ന അവസാനം അവളെ വീണ്ടും കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവൾ രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ അവളുടെ കാലിൽ പിടിച്ച് വലിച്ചടുത്തേക്കാക്കിയിട്ട് അവന്റെ കയ്യിലുള്ള ആ ഒരു കത്തി എടുത്ത് അവളെ കാണിച്ച് അവളോട് വീണ്ടും മോശമായിട്ട് ഇങ്ങനെ സംസാരിക്കും. ഇതുകൂടിയാവുന്നത് ഹീറോയിൻ കാല് മടക്കി ഒരു ഒറ്റയിടി അവന്റെ സെന്ററിലേക്ക് ഇടി കൊണ്ട് അവൻ താഴെ വീഴുന്നതും അവന്റെ മുറിഞ്ഞ ഭാഗം ഉണ്ടല്ലോ അവള് കത്തി വെച്ച് കുത്തിയ ആ ഒരു ഭാഗത്ത് ഈ കൈ വെച്ച് ഞെക്കി കൊടുക്കും. ഇതുകൂടിയാവുന്നത് അവന് നല്ല വേദനയായി. എന്നിട്ട് അവനെ ചവിട്ടി കളഞ്ഞിട്ട് അവിടെ നിന്നും നേരെ മുകളിലത്തെ റൂമിലേക്ക് ഓടിക്കയറും. അപ്പൊ ഇവന് പുറകെ തന്നെ വരുന്നുണ്ട്. സത്യം പറയാൻ ഈ ഒരു സൈക്കോകൾക്ക് എത്ര കൊണ്ടാലും മതിയാവത്തില്ല എന്നാണ്. വേദന എടുത്താലും അവന്മാര് വീണ്ടും തിരിച്ചു വരും. അങ്ങനെ ഇവൻ പതിയെ മുകളിലേക്ക് വന്നിട്ട് ആ ഒരു ബാൽക്കണിയിലേക്ക് നോക്കി തന്നെ നിൽക്കും. അവൾ എവിടെ പോയെന്ന് അറിയാൻ കഴിയുന്നില്ല. പെട്ടെന്നാണ് നമ്മുടെ ഹീറോയും പുറകിലൂടെ വന്ന ഒരു ഒറ്റ തള്ള് പോടാ താഴേക്കെന്ന് പറഞ്ഞ് അവൻ നേരെ താഴേക്ക് വന്ന് വീണിട്ട് ഇപ്പൊ അലറി വിളിക്കാണ്. എന്താണെന്ന് അറിയത്തില്ല. കുറച്ച് കഴിഞ്ഞിട്ടാണ് ആ ഒരു പെണ്ണിനെ രക്ഷപ്പെടുത്തി ഹീറോയിൻ നേരെ താഴേക്ക് വന്ന് നോക്കുമ്പോ ആഹാ നമ്മൾ ആഗ്രഹിച്ച കാര്യം തന്നെയാണ്. എന്താണെന്ന് കാണിക്കുമ്പോൾ സൈക്ക് അവിടെ ഒരു കെണിയുണ്ട് ഈ മൃഗങ്ങളെ പിടിക്കാനുള്ള. അതിൽ അവന്റെ കാല് കുടുങ്ങി ഇങ്ങനെ കിടക്കാണ്. ഇപ്പൊ അവൻ അങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ അറിയോ ഇതെല്ലാം നിനക്ക് ദൈവം തന്ന ശിക്ഷയാണ്. എന്നോട് ചെയ്തതിന് നിനക്ക് അങ്ങനെ തന്നെ കിട്ടണം. പിന്നെ നീ പറഞ്ഞില്ലേ ഞാൻ ക്ഷണിച്ചതുകൊണ്ടാണ് നീ എന്റെ കാറിലേക്ക് വന്നതെന്ന്, അതുകൊണ്ടാണ് എനിക്കിതെല്ലാം സംഭവിച്ചതെന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പറയുന്നു നീ ഒരിക്കലും എന്റെ കാറിലേക്ക് കയറരുതായിരുന്നു, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ സംഭവിച്ചത്. ഓക്കെ നീ വിഷമിക്കണ്ട, നിനക്ക് രക്ഷപ്പെടാനായിട്ട് നീ എനിക്ക് തന്നതുപോലെ തന്നെ ഒരു അവസരം ഞാൻ നിനക്കും തരാം എന്നും പറഞ്ഞ് ഒരു കത്തി എടുത്ത് അവന്റെ അടുത്തേക്ക് ഇട്ട് കൊടുക്കും. വേറെ ഒന്നല്ല ഈ ഒരു കത്തി വെച്ച് നിന്റെ കാല് മുറിച്ചിട്ട് നീ രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് അത് കൊടുക്കുന്നത്. എന്തായാലും ആ ഒരു കാര്യം അവൻ ചെയ്യാൻ പോകുന്നില്ല. അതുപോലെ ഹീറോയിൻ എന്തായാലും അവനെ രക്ഷിക്കാനും പോകുന്നില്ല. ആ ഒരു കാര്യം നമുക്കറിയാം. അങ്ങനെ ആ ഒരു പെണ്ണിനെ വിളിച്ചിട്ട് ഹീറോയിൻ അവിടെ നിന്ന് നടന്നു പോകുന്നതും നമ്മുടെ സൈക്കോ അവിടെ തന്നെ കിടക്കാണ്. കാരണം അവൻ ഇനി എന്തായാലും എണീക്കാൻ കഴിയത്തില്ല. അവൻ അവിടെ കിടന്ന് എന്തായാലും മരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരെയും ബൈ.